പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വന്നിരിക്കണതേ നമ്മുടെ തൃശ്ശൂരുള്ള പുള്ള് പാടത്താണ് കേട്ടാ. ഗംഭീര പാടാണ് കണ്ടാ. വലിയ നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയ കായൽ, നല്ല വെള്ളമൊക്കെ കുറവാണ് കേട്ടാ. നമ്മുടെ എന്താ പറയുക, പുന്നമട കായലിനൊക്കെ പറയാം നമ്മുടെ തൃശ്ശൂർക്കാരുടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ മാത്രമൊന്നുമല്ല ഇത്ര വലിയ കായലുള്ള നമ്മുടെ തൃശ്ശൂരുണ്ട് പുള്ളിൽ കണ്ട. ഗംഭീരം. തൃശ്ശൂർ എല്ലാത്തിനും മുന്നിലാണ്. മലയ്ക്ക് മല, കാടിന് കാട്, ഡാമിന് ഡാം, കടലിന് കടല, കടലല്ല കേട്ടാ കടൽ, പുഴയ്ക്ക് പുഴ, എല്ലാതും ഉണ്ട് തൃശ്ശൂർ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ പുള്ള് കായലിൽ നോക്കിയാൽ നല്ല കൊട്ടവഞ്ചിയും മാതിരി പെഡൽ ബോട്ടും അതുമാതിരി നമുക്ക് തുഴയാം, അല്ലെങ്കിൽ അവർ വരും ഒക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടാ. കണ്ട, ഉച്ച നേരത്തുനിന്ന് വരരുത് കേട്ടാ. അവിടുത്തെ ചേച്ചി പറഞ്ഞത് എപ്പോഴും ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉച്ച നേരത്തുനിന്ന് വരരുത്, വെയിൽ കൊണ്ട് കറുത്ത് പോവും. കണ്ട, ഗംഭീരമാണ്, അടിപൊളിയാണ്, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ ഫുള്ള് നിറയെ തട്ടുകടകളൊക്കെ ഉണ്ട്. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒരു സന്ധ്യമയാണ് നേരത്തൊക്കെ വെയിലൊന്നും ഇല്ലാതെ ഇളം കാറ്റും കൊണ്ട്, ഇളം വെയിലും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കാറ്റൊക്കെ കൊണ്ട് ബോട്ടിങ്ങൊക്കെ നടത്തി നല്ല നാട്ടുരുചിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നടക്കാം. കണ്ട, ബോട്ടെടുക്കണം. കണ്ട, ഇവിടെ വെള്ളമൊക്കെ കുറവാണ്, എന്നാലും വരാൻ പറ്റുന്നവരൊക്കെ വായോ. ഇപ്പോൾ വെക്കേഷൻ ഇന്നത്തോടെയും കഴിയും, നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ അങ്ങനെയാണ് സംഭവം കേട്ടാ. അപ്പോൾ ഉള്ളിലാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കേരളം വന്യജീവി വകുപ്പ് ദേശാടന പക്ഷികളെ കൊല്ലുന്നതും അവയുടെ മുട്ടകൾ നശിപ്പിക്കുന്നതും 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റം കേട്ടാ. കണ്ട, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈറ്റങ്ങളൊക്കെ കൊല്ലാനോ പിടിക്കാനൊന്നും നിൽക്കണ്ട, മതിയാക്കി കണ്ടിട്ട് പോവുക. ഇപ്പോൾ പുള്ളിയിലെ വഞ്ചിക്കാരൻ്റെ റേറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്, 1 2 3 4 കേട്ടാ. 100 300 200 300ഒക്കെയാണ്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വായോ, കയറാൻ പറ്റുന്നവരൊക്കെ കയറൂ. കണ്ടാ, വെള്ളം കുറവാണ്. ഇവിടെ ഒരു കനാലുണ്ട്. ഇതിവിടെ ബഹുമാനപ്പെട്ട നാട്ടിക MLA CC മുകുന്ദൻ അവർ കെട്ടിയ ഒരു ഇതൊക്കെ ഉണ്ട്, ഷട്ടറൊക്കെ ഉണ്ട്. ഷട്ടർ അന്ന് പണിത സമയത്ത് വൃത്തിയാക്കിയതാന്ന് തോന്നുന്നുണ്ട്. മഴക്കാലമൊക്കെ വരാൻ പോവാണ്, ഒന്ന് വൃത്തിയാക്കി ഇങ്ങനെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വീണ്ടും ഉണ്ടാവും. കണ്ടില്ലേ, കനാലിൽ നോക്കിയാൽ തോട്ടിൽ നിറയെ പുല്ലും കാട് പിടിച്ച് കിടക്കുക. ഇവിടെ വേസ്റ്റാണ്, ഒരു പാത്രം കിടക്കുന്നുണ്ട്. വേസ്റ്റാണോ അത് ഇടാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. അതുമാതിരിയാണ് ഇത് കിടക്കുന്നത്, കുപ്പിയിടുന്ന സ്ഥലമാട്ടാ. നമ്മുടെ വീട്ടിൽ നിന്ന് 30 40 50 60 70 കൊടുത്തിട്ട് പ്ലാസ്റ്റിക് മേടിച്ചുകൊണ്ട് കോർപ്പറേഷൻകാർ. ഇവിടെ നോക്കിയാൽ വെറുതെ കാട് പിടിച്ച് കിടക്കുക. ആരോട്ട് പറയാൻ. അത് പോട്ടെ. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ പുള്ള് കാണാൻ വരിക. ഇവിടെ കണ്ട നിറയെ തട്ടുകടകളൊക്കെ ഉണ്ട്. വൈകുന്നേരമായിരിക്കും കൂടുതൽ ആൾക്കാരുണ്ടാവാൻ തോന്നുന്നു. ഇപ്പോഴൊന്നും ഇതൊന്നും തുറന്നിട്ടില്ല, ആരും കാണാനൊന്നുമില്ല ഈ ഭാഗത്ത് കേട്ടാ. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വരിക, കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക. അപ്പോൾ ഇതാണ് പുഴ കേട്ടാ. ആകെ കാടും പടലൊക്കെ പിടിച്ച് കിടക്കുക, ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ മതി. മഴക്കാലം വരാൻ പോവാണ്, വെള്ളം നിറഞ്ഞ് ആകെ ബേജാറാവണേക്കാൾ മുമ്പ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമുള്ള കാര്യമാണ്. കണ്ടില്ലേ, ആകെ പായൽ പിടിച്ച് കിടക്കുക. ഇനി ഇതെല്ലാം കഴിഞ്ഞ് എന്താ പറയുക, വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന സമയത്താണ് ഇതിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളിത് പറയാനായിട്ടാണ് വന്നത്, നമ്മൾ പുള്ള് കായൽ കാണാൻ വന്നതാണ്. ഇപ്പോൾ ആകെ കാട് പിടിച്ചിട്ട് കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞത് മാത്രം. എന്നാൽ നല്ല വലിയ വലിയ മീനുകളൊക്കെ കാണുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, നോക്ക് അങ്ങോട്ട് നോക്കുന്നു, വലിയ വലിയ മീനുകളൊക്കെ കാണുന്നുണ്ട്. അവിടെ നാട്ടാ കണ്ട, ഇവിടെ ഉപ്പിലിട്ടത് കിട്ടും, നെല്ലിക്കയുണ്ട്, തട്ടുകടകളുണ്ട്, ചൈനീസ് ഉണ്ട്, ഒക്കെ സെറ്റപ്പാ. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വായോ, കാണാൻ പറ്റുന്നവരൊക്കെ കാണും കേട്ടാ. ഇതാണ് റോഡ്. ഓക്കെ, ശരി. അപ്പോൾ